നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് സ്വന്തം ഭർത്താക്കന്മാർ കുടുംബം നടത്താൻ ഓടി നടക്കുന്നു. കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി. അതാണ് അവർക്ക് കുടുംബത്തോടുള്ള സ്നേഹം. അപ്പോൾ വീട്ടിലെ സ്ത്രീകൾ മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അവരോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ സ്വന്തം മനസ്സിലുള്ള ഭാരങ്ങളും വിഷമങ്ങളും എല്ലാം അവരുമായി പങ്കിട്ട് മനസ്സൊന്ന് ഫ്രീ ആയിട്ടെടുക്കാൻ ശ്രമിക്കുന്നു. അതവരെ അടുത്ത ബന്ധത്തിലേക്ക് നയിക്കുകയും ആ ബന്ധം വളർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെയും മറ്റുള്ളവരുടെ പുറകെ പോകുന്ന അവസ്ഥ സംഭവിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താക്കന്മാരുടെ സ്നേഹമാണെന്ന് തിരിച്ചറിയാതെ പുറമേ കാണുന്നവരുടെ പല അവസ്ഥകളിലും പെട്ട് ഇറങ്ങിപ്പോകുന്നവർ, അവിടെയാണ് ആശ്വാസമെന്ന് ചിന്തിച്ച് ഇറങ്ങിപ്പോകുന്നവരുമുണ്ട്. പക്ഷേ ഇതൊക്കെ വൻ തകർച്ചയിലേക്കാണ് അവരുടെ ജീവിതം കൊണ്ടെത്തിക്കുന്നത്. ഇതൊക്കെ അവരുടെ ജീവിതത്തിനെ വൻ തകർച്ചയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് പിന്നീട് മനസ്സിലാവും, അനുഭവത്തിലൂടെ മാത്രം. ഇതൊന്നും യഥാർത്ഥ സ്നേഹമല്ല, വിശ്വാസമല്ല എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഭർത്താക്കന്മാർ വീടുകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യം സംഭവിക്കുമ്പോഴാണ് വീട്ടിലുള്ള സ്ത്രീകൾ മറ്റുള്ളവരുമായി അടുക്കാൻ തുടങ്ങുന്നത്. അതിനുള്ള സാഹചര്യം അപ്പോഴാണ് അവർക്ക് മാനസികമായി സംഭവിക്കുന്നത്. ഭർത്താക്കന്മാരുടെ സാമീപ്യം ഇല്ലാതെ വരുമ്പോൾ അവർ ആരിൽ നിന്നോ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട്, അത് ചിലപ്പോൾ സ്നേഹമാകാം, സംരക്ഷണമാകാം, അങ്ങനെ ഏതു രീതിയിലും അവരുടെ മാനസികാവസ്ഥ അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുന്ന ഒരവസ്ഥയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്ന സ്ത്രീകളും മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകാനും മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനുമൊക്കെ ഇടയായി തീരുന്നുണ്ട്. സ്വന്തം ഭർത്താക്കന്മാർ അവർക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയുമാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അവരുടെ മനസ്സിലെ ഇഷ്ടത്തിനെ അനുസരിച്ച് അവർ പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പിന്നീട് ചാറ്റുകൾ വഴി വരുന്ന ലാവണ്യ വാക്കുകൾ ഇവരെ കുടുക്കാനുള്ള വാക്കുകളെന്ന് അറിയാതെ പുറമേ ഉള്ളവരുടെ വലയിൽ ചെന്ന് വീഴുന്ന അനേകം സ്ത്രീകളുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പരിചയപ്പെടുന്നവരുടെ പ്രധാന ലക്ഷ്യം ഇവരെ മുതലെടുക്കുക എന്നുള്ളതാണ്. അത് സാമ്പത്തികപരമായും ശാരീരികപരമായും മുതലെടുത്ത് ആസ്വദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. തകർന്നു പോകുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ജീവിതമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നവർ അവരുടെ കാര്യം കഴിയുമ്പോൾ അവർ സ്ഥലം വിട്ടിരിക്കും, അത് ഉറപ്പാണ്. നാലാമത്തെ കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പരിഗണനയിൽ അവരെ മറ്റുള്ളവരുമായി അടുക്കാൻ ഇടയാക്കുന്നത്. അത് സംസാരത്തിലൂടെയുള്ള പരിഗണന ആയിരിക്കാം, മറ്റു പല വിധത്തിലുള്ള പരിഗണന ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കാം. ഇത് ഭർത്താവിനേക്കാൾ കൂടുതൽ തരുന്നവരിലേക്ക് അവരുടെ ഇഷ്ടങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. അവരിലേക്ക് ഇവരുടെ മനസ്സ് അഡിക്റ്റായി തീരുകയാണ് ചെയ്യുന്നത്. വലകളിൽ വീണ് അവരെ പ്രണയിക്കാൻ തയ്യാറാകുന്നവരുമുണ്ട്. ഇങ്ങനെയും പല സ്ത്രീകളും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോകുന്നവരുമുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് സ്വന്തം കുടുംബത്തിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും മാനസികമായി ഒറ്റപ്പെട്ട് കഴിയുന്നവർ. അവർ മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹത്തിൽ വീഴുകയും അവരെ പ്രണയിക്കാൻ ഇടയായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിതം നശിച്ചു പോകുന്നവരുമുണ്ട്. മാനസികമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി പുറമേ നിന്ന് ഒരാൾ പിന്തുണയുമായി വരികയാണെങ്കിൽ അത് സ്നേഹമാണ്, സത്യമാണ് എന്നൊക്കെ വിചാരിച്ച് പെട്ടുപോകുകയാണ്. പക്ഷേ അവരുടെ മുതലെടുപ്പാണ് ഇത് എന്ന് പിന്നീടാണ് മനസ്സിലാവുകയുള്ളൂ. ആറാമത്തെ കാര്യമാണ് വിവാഹത്തിന് മുമ്പുള്ള ആ പ്രണയ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നവർ. ആ വ്യക്തികളുമായി പിന്നീട് ഇടപെടാൻ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഭർത്താക്കന്മാരോട് ഉള്ള സ്നേഹം വഴിമാറി അവരിലേക്ക് തിരിഞ്ഞു പോകാൻ ഇടയായി തീരുന്നുണ്ട്. ഇങ്ങനെയും മറ്റുള്ളവരെ പ്രണയിക്കാൻ ഇടയായിത്തീരുന്നു.
അങ്ങനെ സ്വന്തം കുടുംബം തകരാൻ ഇടയായിത്തീരുന്നു. ഏഴാമത്തെ കാര്യമാണ് സ്വന്തം ജീവിതത്തിൽ ആരിൽ നിന്നും സ്നേഹം ലഭിക്കാത്തവരും അതുപോലെ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും. മറ്റൊരു വ്യക്തി സ്നേഹത്തോടെ ഇവരിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവരുടെ വലയത്തിൽ ഇവർ വീണുപോകുന്നു. അങ്ങനെ അവർ ഇവരെ പ്രണയിക്കാൻ ഇടയായിത്തീരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് വൻ ചതിക്കുഴികളാണ്. ഇവർ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് പുറന്തള്ളുകയാണ് ചെയ്യാറ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് ആരുടെ കൂടെ പോയി കഴിഞ്ഞാലും അത് ഭാവിയിൽ പിന്നീട് സംഭവിക്കുന്നത് നാശം, തകർച്ച, മരണം ഇതൊക്കെയാണ് ആ സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് വിജയിക്കാൻ പോണില്ല. ഒറിജിനൽ എന്നും ഒറിജിനലായിട്ട് തന്നെ നിലനിൽക്കും. ഡ്യൂപ്ലിക്കേറ്റ് എന്നും ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. നല്ല ഒരു ജീവിതത്തെ കളഞ്ഞുകൊണ്ട് മറ്റൊരു രണ്ടാം തരത്തിലുള്ള ജീവിതത്തെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അത് ഇവരുടെ ഭാവിക്ക് വളരെ ദോഷമേ സംഭവിക്കുകയുള്ളൂ. അത് ഇവരുടെ ഭാവി സുരക്ഷിതം ആയിരിക്കില്ല. ഒരിക്കലും ഒരു നന്മയുടെയോ സന്തോഷത്തിൻ്റെയോ അവസ്ഥകൾ സംഭവിക്കില്ല. അവരുടെ കൂടെ കൂടുന്ന വ്യക്തികൾ ഇവരെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിച്ച്, എല്ലാ രീതിയിലും ഉപയോഗിച്ച് ഇവരെ തള്ളി കടന്നു പോകുകയാണ് ചെയ്യുക. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഒരു സ്നേഹവും ഒരു സത്യവും ഒരു വിജയവും അവിടെയില്ല എന്ന് മനസ്സിലാക്കുക.